മണ്ണാർക്കാട് കല്ലടിക്കോട് വ്യാപാര സമുച്ചയത്തിന് തീപിടിച്ച കോടികളുടെ നാശനഷ്ടം. 10ഓളം വാഹനങ്ങൾ കത്തിനശിച്ചു. ആളപായമില്ല. കല്ലടിക്കോട് മാപ്പിള സ്കൂളിന് സമീപത്തെ വ്യാപാര സമുച്ചയത്തിനാണ് തീപിടിച്ചത്. തിങ്കളാഴ്ച 3:15 സംഭവം. 3 നിലകളിലായി പ്രവർത്തിക്കുന്ന റിറ്റ്സി ഫർണിച്ചർ ഷോപ്പിന്റെ 3ാമത്തെ നിലയിൽ നിന്നാണ് തീ പടർന്നത്. നിമിഷനേരം കൊണ്ട് ആളിപ്പടർന്ന തീ ഫർണിച്ചർ കടയൊന്നാകെ കത്തി നശിപ്പിച്ചു. സമീപത്തെ മൊബൈൽ ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ്, അക്ഷയ കേന്ദ്രം എന്നിവയിലേക്കും തീ പടർന്നു കയറി. മൊബൈലുകൾ കത്തി നശിച്ചു. വ്യാപാര സമുച്ചയത്തിന് മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന 8 ഇരുചക്ര വാഹനങ്ങൾ, ഒരു പിക്കപ്പ് വാൻ എന്നിവ പൂർണ്ണമായും കത്തി നശിച്ചു. ഒരു 2:30 മണിക്ക് മണ്ണാർക്കാട്ടേക്ക് ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് മാപ്പിള സ്കൂളിൽ ഇവിടെ ഈ കക്കീൻ്റെ താഴെ വണ്ടി വെച്ചിട്ട് പോയിരിക്കുന്നു. എൻ്റെ വണ്ടി ആക്സസ് വണ്ടിയായിരുന്നു, അതോട് വെച്ച് പോയി. KL50F 7861 വണ്ടി. ഞാനിപ്പോൾ വന്നപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചതായിട്ട് കണ്ടു. എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പോലീസ് അധികാരികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതിന് വേണ്ടത് ഇത് എപ്പോഴാണ് കത്തിയെന്ന് വല്ലതും ഞാനിപ്പോൾ എനിക്ക് ഇവിടുന്ന് കത്തിയതിൻ്റെ വീഡിയോ വന്നു. അത് അക്ഷയ കേന്ദ്രത്തിലാണ് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ പലരെയും വിളിച്ചന്വേഷിച്ചു. ഞാൻ ആ വീഡിയോ അയച്ചു. അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ വണ്ടി നമ്പർ ഞാനത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ കത്തിയ വിവരം അറിയുന്നത്. ഏകദേശം ഒരു 3-3:30 മണി സമയത്താണ് ഞാൻ വിവരം അറിയുന്നത്. തീ ആളിപ്പടർന്നതോടെ കല്ലടിക്കോട് ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. മണ്ണാർക്കാട്, പാലക്കാട്, കോങ്ങാട്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. 1 മണിക്കൂർ നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിൽ 4:30യോടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. MLA ശാന്തകുമാരി സ്ഥലം സന്ദർശിച്ചു. നഷ്ടം കണക്കാക്കി വരുന്നതായി അധികൃതർ അറിയിച്ചു. ആളപായം ആർക്കും ഉണ്ടായിട്ടില്ല. ഫർണിച്ചർ ഷോപ്പും അവരുടെ വർക്ക്ഷോപ്പും ഓട്ടോ സ്റ്റാഫുകൾ കട, കുറച്ച് ഭാഗം നമ്മുടെ അക്ഷയുടെ, ഇങ്ങനെയാണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. നാശനഷ്ടം നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല. അപകടത്തിന് കാരണം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. കാരണം രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ എല്ലാവരും നടത്തുകയാണ്. പോലീസും നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻസൊക്കെ വന്നിട്ടുണ്ട്. തീ ഏതാണ്ട് അണഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ നമുക്കിപ്പോൾ വലിയ നാശനഷ്ടം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. എത്രയാണെന്ന് നമുക്കിപ്പോൾ കൃത്യമായി എടുക്കാൻ വേണ്ടി കഴിയില്ല. പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഒരു ഫർണിച്ചർ ഷോപ്പാണ് അദ്ദേഹം. അപ്പോൾ അതിലാണ് വലിയ നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെയാണ് താഴത്തെ മുകളിലത്തെ മുകളിലുള്ള ഷോപ്പാണ്, 3 നില അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അതാണ് പ്രധാനമായി ഉണ്ടായത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് കാരണവും അതിൻ്റെ ടോട്ടൽ നഷ്ടവും നമുക്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. The pleasure of personal banking.